അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആദരണീയരായ ഈ അത്തൻവീർ ദഅവ പാഠശാലയിലെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആദർശ പ്രബോധന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, വേദിയിലുള്ള ആമുഖ സംസാരവും ഉദ്ഘാടനവുമൊക്കെ നിർവഹിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മെ ഉത്ബുദ്ധരാക്കിയിട്ടുള്ള ബഹുമാന്യനായ അനീഫ ഒടക്കൽ സാഹിബ് അവർകളെ, ഈ പരിപാടിയുടെ ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളൊരു പ്രബോധന സംഘമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് ബാധ്യതയുള്ള ഈ ഉമ്മത്തിൽ ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഉത്തരവാദിത്തമേൽപ്പിച്ച ആ മാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ സംഘാടനവും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഇരുത്തവും ഈ സംസാരവും എല്ലാം അള്ളാഹു നല്ല ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ മുൻഗാമികളിലൂടെ അവരെ ഓർത്തുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈ ഹാളിൻ്റെ, ഈ കെട്ടിടത്തിൻ്റെ, ഈ സെൻറ്ററിൻ്റെ പേര് KM മൗലവിയാണ്. നമുക്കറിയാം, കേരളത്തിലുടനീളം KM മൗലവി സമസ്തക്കാരുടെ ഭാഷയിൽ അറിയപ്പെട്ടത് ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരന് ദീനിനെ ഒറ്റിക്കൊടുത്ത വ്യക്തി എന്ന അർത്ഥത്തിലാണ്. കക്കാട് ത്വരീഖത്തും അതിലൂടെ സഞ്ചരിച്ച് ഖേദപൂർവം ആ ത്വരീഖത്ത് വിട്ട് തെറ്റായ, താൻ ഇതുവരെ എഴുതിയതും സംസാരിച്ചതും പ്രചരിപ്പിച്ചതുമായ വാദങ്ങളെ അത് തെറ്റാണ്, ഊഹമാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരനില്ല, KM മൗലവിയുടെ പേരിൽ പ്രചരിപ്പിച്ചത് പച്ച നുണയാണ് എന്ന് വെട്ടിത്തുറന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വേദികൾ KM മൗലവിയെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷവും എത്രയാണ് ആരോപിച്ചിട്ടുള്ളത്?
അദ്ദേഹത്തിന് എത്രമാത്രം പ്രതിഫലം ഈ തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് മുന്നിൽ നിന്നതുകൊണ്ട് ലഭിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ചരിത്രപരമായി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ അശ്രദ്ധകളൊക്കെ മാറ്റിവെച്ച് ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയ സത്യത്തിനനുസരിച്ച് ജീവിക്കുകയും തിരിച്ചറിഞ്ഞ സത്യത്തെ ഇതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അങ്ങേയറ്റം ആ കാലഘട്ടത്തിൽ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ വെളിച്ചമൊക്കെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. വെട്ടം അബ്ദുള്ള ഹാജിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വെട്ടം പരത്തിയ വെട്ടം എന്നൊരു പുസ്തകം വളരെ അപൂർവം ചില ലൈബ്രറികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടുന്നൊരു പുസ്തകമാണ്. ഓർമ്മകളുടെ തീരത്ത് ഉമർ മൗലവിയുടെ ഗഹനമായ ആ പുസ്തകം നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുണ്ടാകും. വെട്ടം അബ്ദുള്ള ഹാജി നല്ല ഒരു കന്നൂട്ട് പൂട്ടുന്ന കർഷകനാണ്. നല്ലോണം കിതാബോധി പഠിച്ച, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച, ഫിഖ്ഹ് പഠിച്ച ഒരു പണ്ഡിതനാണ്. തോണിക്കടത്തുണ്ട്. ഇപ്പുറത്തുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ തോണിയാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും അന്ന് കിട്ടുന്ന അണകൾ വാങ്ങി അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് അത് ഉപയോഗിക്കും. ആ മഹാപണ്ഡിതൻ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറുകയാണ്. പാളയം പള്ളിയിൽ നടക്കുന്ന റമദാനിലെ ഉറുദി പറച്ചിൽ. അന്നത്തെ ഉറുദി എന്ന് പറഞ്ഞാൽ മുതാലിം കുട്ടികൾ, മൂലയൊരുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലുള്ള ചില സംസാരങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് അവർ ചെറിയ പിരിവ് നടത്തും. അവർക്ക് കിതാബ് വാങ്ങാനും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ചു കൂട്ടാനുള്ളൊരു ചെറിയ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉറുദി പറച്ചിലാണ്. ജനങ്ങൾക്കൊരു ഫായിദയില്ല. വെട്ടം അബ്ദുള്ള ഹാജി അടുത്ത റമദാനിൽ ഒരു ഉറുദിക്ക് അവസരത്തിന് വേണ്ടി തിരൂരിൽ നിന്ന് ട്രെയിൻ കയറുകയാണ് കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് പോയി പാളയം പള്ളിയുടെ തണ്ണിപ്പിത്തി എന്ന് പറഞ്ഞാൽ ഹൗലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പള്ളി ക്ലീനിങ് ജോലി ചെയ്യുന്ന ആൾ. പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പ്രയോഗം അവർക്കറിയാം. തണ്ണിപ്പിത്തി എന്നാണ് പറയാം. അദ്ദേഹമാണ് ഡേറ്റ് കൊടുക്കുന്ന ആൾ. ആ തണ്ണിപ്പിത്തിയോട് ഒരു ഡേറ്റ് ചോദിക്കുകയാണ്. അടുത്ത റമദാനിൽ ഒരു ഉറുദിക്ക്. മൗലവിയെ കണ്ടേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ അവസരമൊന്നുമില്ല, ഒരു പണ്ഡിതനായി തോന്നുന്നില്ല, ഒരു പടു മനുഷ്യൻ. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ചെറിയ ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. തൻ്റെ തുണിയുടെ കോന്തല, പഴയ പ്രയോഗമാണ്, ആ കോന്തലയിൽ നിന്ന് ഒരു 50 അണ, അന്നത്തെ 50 അണ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അത് ഈ തണ്ണിപ്പിത്തിക്ക് ഇങ്ങനെ ഒരു മൂലക്ക് കൊണ്ടുപോയി പോയിട്ട് ഇതോടെ പിടിക്കും ബിസ്മില്ല എന്ന് പറഞ്ഞു കൂടെ. ചെറിയൊരു ഹിക്മത്താണ് ആ ഉറുദിക്ക് അവസരത്തിന് വേണ്ടി. നിങ്ങളൊന്ന് ആ ഡേറ്റ് ഒന്ന് നോക്കുകയാണി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഒരു ഡേറ്റ് ഇവിടെ കാണുന്നുണ്ട്. ആ 50 അണൻ്റെ ഹിക്മത്ത് നോക്കി നിങ്ങൾ. അങ്ങനെ അടുത്ത റമദാനിൽ ഇത്രാം ദിവസത്തിൽ നിങ്ങൾക്കൊരു ഉറുദിക്ക് അവസരം തരാമെന്ന് എഴുതി വെച്ചു. ഉറപ്പിച്ചിട്ട് മൗലവി ഇങ്ങോട്ട് പോരാണ് തിരൂർക്ക് തന്നെ. റമദാനായി. പരിശുദ്ധ റമദാനിൽ വീണ്ടും അദ്ദേഹം ആ നോമ്പോടുകൂടി പ്രയാസപ്പെട്ട് തൻ്റെ നാട്ടിൽ നിന്ന്, കൂട്ടായിയിൽ നിന്ന്, വെട്ടത്തിൽ നിന്ന് അദ്ദേഹം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. പാളയം പള്ളിയിൽ പോയിട്ട് ളുഹർ നമസ്കാരത്തിൽ പങ്കെടുത്തു. ളുഹർ നമസ്കാരം കഴിഞ്ഞ് തൻ്റെ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ റമദാനിലെ ളുഹർ നമസ്കാര ശേഷമുള്ള അന്നത്തെ ഉറുദിയിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് തൗഹീദിൻ്റെ പ്രകാശം ബഹുമാന്യനായ ആ പണ്ഡിതൻ ആദ്യമായി ആ പള്ളിയിൽ വിശദീകരിക്കുകയാണ്. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ 2 അഭിപ്രായമായി. ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു മേലിജാതി ഉറുദി ഇവിടെ പാടില്ല,
ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനത്തെ ഉറുദു ഉണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ, വിവരങ്ങൾ പഠിക്കാമല്ലോ, അതുകൊണ്ട് ഇത് വേണം, നിർബന്ധമായിട്ടും വേണം. ബഹളായി, കച്ചറയായി, അവിടെ മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടായി, മൗലവിയെ പോവാൻ വിട്ടില്ല. ദീർഘമായ ചർച്ചകൾക്ക് ശേഷം അവർ തീരുമാനിച്ചു അടുത്ത റമദാനിൽ പകുതി ഇജ്ജാതി ഉറുദിയും പകുതി മറ്റേ ജാതിയും. മൗലവിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പറഞ്ഞതുപോലുള്ള ക്ലാസ് അടുത്ത റമദാനിൽ നിങ്ങൾക്ക് ആരെയും കൊണ്ടുവരാം, നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങളത് ഏറ്റെടുക്കണം. അദ്ദേഹം അൽഹംദുലില്ലാ അത് ഏറ്റെടുത്തു. അന്ന് മൊബൈലില്ല, ബൈക്കുകളില്ല, വാഹന സംവിധാനങ്ങൾ വളരെ കുറവാണ്. ആ മൗലവി തിരിയിലേക്ക് തിരിച്ചു വന്ന് ഉടനെ പിന്നെ അദ്ദേഹത്തിന് ഉറക്കില്ല, അടുത്ത റമദാൻ അടുത്ത വർഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പറപ്പൂർ അബ്ദുറഹിമാൻ മൗലവിയെ പോയി കാണുന്നു. അദ്ദേഹത്തോട് പറയുന്നു ഇങ്ങനൊരു അവസരം ഈ റമദാനിൽ കിട്ടി, അടുത്ത റമദാനിൽ നമുക്ക് കുറേ അവസരങ്ങളുണ്ട്, പകുതിയോളം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യ ദിവസം ഉപയോഗിക്കും, രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ഇന്ന വിഷയം പറയും, നിങ്ങൾ ഇന്ന വിഷയം പറയണം. അങ്ങനെ എടവണ്ണ അലവി മൗലവിയെ പോയി കാണുന്നു, ഉമർ മൗലവിയെ പോയി കാണുന്നു. പ്രഗത്ഭരായ അന്നത്തെ നമ്മുടെ മഹാപണ്ഡിതന്മാർ കൂടിയാലോചിച്ച് നന്നായി പ്ലാൻ ചെയ്ത് അടുത്ത റമദാനിലെ ഉറുദിക്ക് അവർ അവസരം ഉപയോഗപ്പെടുത്തി. ആ റമദാൻ കഴിഞ്ഞപ്പോൾ പള്ളിയിലെല്ലാവരും തീരുമാനിച്ചു ഇനി മറ്റേ ഉറുദി വേണ്ട, ഇത് മതി. ആ പള്ളി നമ്മളെ കയ്യിലേക്ക് വന്നു. കോഴിക്കോട് തലയുയർത്തി നിൽക്കുന്ന എല്ലാ പള്ളികളും ഇതുപോലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൗഹീദിൻ്റെ ആദർശം സ്വീകരിക്കാൻ കാരണമായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൗലവി തൻ്റെ കുട്ടികളെയും കെട്ടിയോളെയും നോക്കി ആ തോണി കടത്തും തൻ്റെ കൃഷിയുമൊക്കെയായി അവിടെ കൂടിയാൽ, തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോയാൽ ഈ പറഞ്ഞ പ്രകാശം നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ പല ദിക്കുകളിലേക്കും ഇതെത്താൻ കാരണമാകുന്ന അന്നത്തെ ഏറ്റവും വലിയ കേന്ദ്രമായ കോഴിക്കോട് ടൗണിൽ ഇത്തരം പള്ളികളിൽ അവർ നിർവഹിച്ചിട്ടുള്ള ദഅവാ പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. ആ മഹാപണ്ഡിതന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അവർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ കാലിൽ നിൽക്കാൻ നമുക്കൊരു ഏർപ്പാട് വേണം. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം, നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ അന്യൻ്റെ എവിടെയെങ്കിലും ഊര കെട്ടാൻ പാടില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. എന്നിട്ട് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇത് വലിയ ഒരു സന്ദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും, ഇവിടെ അനീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഷിർക്കിൻ്റെ ബിദ്അത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നൊക്കെ പ്രത്യേകിച്ച് എൻ്റെ നാട് നിങ്ങൾക്കറിയാം, പകരയാണ്. ലൈറ്റ് അലങ്കാരം കൊണ്ട് പള്ളിയും മദ്രസയും മിന്നുന്ന ഏറ്റവും വലിയ മിന്നൽ അവിടെയാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം തെന്നല പാടാണ്. പിന്നെ അതാ തിരുരങ്ങാടിക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ കയറ്റങ്ങോട്ട് കയറുന്ന സമയത്ത് നന്നായി ലൈറ്റുണ്ട്. ഇവിടെ നൂറുൽ ഇസ്ലാം മദ്രസിൻ്റെ അവിടെ നന്നായിട്ടുണ്ട്. ഈ ഖൗമിനറിയില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അന്യ സമൂഹത്തെ, ജൂതന്മാരെ, നസാറാക്കളെ നാം പിൻപറ്റുകയാണ്. ഇത് വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്നറിയിപ്പ് നൽകിയ പ്രവചിച്ച പ്രവചനം സത്യമായി പുലരുകയാണ് എന്ന് തിരിച്ചറിയാത്തൊരു ഖൗമ് നമ്മുടെ നാട്ടിലുണ്ട്. അവർ മദ്ഹ് പാട്ടിലൂടെ, അതുപോലെ തന്നെ ബിദ്അത്താകുന്ന ജന്മദിന ആഘോഷത്തിലൂടെ, അവർ പറഞ്ഞും പാടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദിലൂടെ ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നബിസ്നേഹമാണ് എന്നാണ് സാധുക്കൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, അതിൽ ഇന്ന അബദ്ധമുണ്ട്, അത് ബിദ്അത്താണ്. അതിൽ ഈ അമിതമായ പുകഴ്ത്തൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച അള്ളാഹുലേക്ക് ഉയർത്തുന്ന ഉയർത്തൽ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും തേട്ടങ്ങളും യാചനകളും അള്ളാഹുവിലേക്ക് പോകുന്നതിന് പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കുത്തുബിയത്തിലൂടെ ജീലാനിയിലേക്കും, അതുപോലെ മരിച്ചുപോയ മഹത്തുക്കളെയൊക്കെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാല മൗലിദുകളിലൂടെ ഈ കുഫ്റും ഷിർക്കുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ സമൂഹത്തിന് അറിയുന്നില്ല. ഗവേഷണം ചെയ്യാൻ ഓരോ വർഷവും
ന്യായമായി കൊണ്ട് ചില ചോദ്യങ്ങൾ. മുസ്ഹഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ പ്രിൻ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അത് പ്രിൻ്റ് ചെയ്യൽ പുണ്യകർമ്മമല്ല എങ്കിൽ, ബിദ്അത്താണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ബിദ്അത്ത് ചെയ്യുക? ഓലഷഡെങ്കിലും കെട്ടിക്കൊണ്ട് മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് മുജാഹിദുകളെ നിങ്ങൾ മദ്രസ ഉണ്ടാക്കുന്നത്? അതുപോലെ ധാരാളം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചില ചോദ്യങ്ങളങ്ങ് ഉന്നയിച്ചാൽ ഇത് സുന്നത്തായി, ഇത് ഇസ്ലാമായി എന്ന് വിചാരിക്കുന്ന ഒരു ഖൗമിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി ഇപ്പോൾ ഉള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് കേട്ടപ്പോൾ മക്കയിലെ വിഗ്രഹം തലകുത്തി വീണു എന്ന ഹുവൈരിദിൻ്റെ റിവായത്ത്, ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഗവേഷണം ചെയ്ത് പുതിയ തെളിവായി കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനിൽ ഫിർഔനെ കുറിച്ച് ആയത്തില്ലേ? അത് നിങ്ങൾ ഓതുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ അതുപോലെ നമ്രൂദിനെ കുറിച്ച് പറയുന്നില്ലേ? ഇബ്ലീസിനെ കുറിച്ച് പറയുന്നില്ലേ? ഇതെല്ലാം പാരായണം ചെയ്താൽ പുണ്യം ലഭിക്കുമെങ്കിൽ ഈ വിഗ്രഹം തലകുത്തി വീണതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്ത് അബദ്ധമാണുള്ളത്? പേരോടിനെ പോലുള്ള ആളുകൾക്ക് നമ്മുടെ ദഅവാ പ്രവർത്തനം അണ്ണാക്കിൽ കൊണ്ടപ്പോൾ അതൊന്നും പാടുമ്പോൾ തെർലിയത്ത് പറയണ്ട, സ്വലാത്ത് ചൊല്ലണ്ട, അതങ്ങനെയാണ് പറഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള വാദമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്നാൽ അഹ്സനി ഉസ്താദ് സമ്മതിക്കുന്നില്ല, പേരോട് വഹാബിയായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത്, ബിദ്അത്ത് നടത്തുന്ന ആളുകൾക്കിടയിൽ തന്നെ അങ്കലാപ്പുണ്ടെങ്കിലും അണികളെ പിടിച്ചു നിർത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ രംഗത്ത് വരുമ്പോൾ ഇതിനെ തെറ്റാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്താൻ ഞാനും നിങ്ങളും നമ്മുടെ ദഅവാ മേഖലകളിൽ നമ്മൾ എന്തു ചെയ്തു? ഇതൊരു ചോദ്യചിഹ്നമാണ്. കുടുംബ ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഒരുപാട് ഇടപെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക്, ഒരു കൂട്ടായ്മയിൽ പ്രബോധന സംഘത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനം ഇവിടെ നടക്കുന്ന ശിർക്കിനെതിരെ ശബ്ദിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനം തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കലാണ്. ഇവിടെ നടക്കുന്ന ബിദ്അത്തുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും സുന്നത്തിൻ്റെ പാതയിലേക്ക് അവരെ ക്ഷണിക്കലുമാണ്. ആ ദൗത്യ സംഘത്തിലുള്ള ഞാനും നിങ്ങളും അശ്രദ്ധയിൽ ഗഫലത്തിൽ കഴിച്ചുകൂട്ടിയാൽ നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകും എന്നത് മാത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കണമെന്നതാണ് എനിക്ക് ഈ ചുരുങ്ങിയ വാക്കുകളിൽ ആമുഖത്തിൽ ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത്. വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, പ്രബോധകൻ്റെ ബാധ്യതകളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നാം നിർവഹിക്കുന്ന ദൗത്യം, ദഅവത്ത് എന്ന് പറയുന്ന നിർബന്ധ ബാധ്യത മഹാത്മാക്കളായ അമ്പിയാക്കൾ, മുർസലീങ്ങൾ നിർവഹിച്ച ആ പാതയാണ്, ആ പണിയാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കുൻതുൻ ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്. ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു പ്രത്യേകം കൊണ്ടുവന്നവരാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായ, അതാണ് നമ്മുടെ ദൗത്യം. നന്മകൾ ധാരാളം കൽപ്പിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, നന്മ കൽപ്പിക്കില്ല. പക്ഷെ തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഇത് പാടില്ല, ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇതേ പാടുള്ളൂ, ഇങ്ങനെ പോകാൻ പാടുള്ളൂ. അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്ന് പറയുന്ന ആ സമൂഹത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദഅവാ രംഗത്ത് നിലനിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതോടൊപ്പം അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ച് തൗഹീദുള്ളവരായി ജീവിക്കുന്നവരാണ്. വതുഅ്മിനൂന ബില്ലാഹ്. അങ്ങനെ ഒരു സംഘം ഉണ്ടാവണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. വൽതകും മിൻകും ഉമ്മ
നിങ്ങൾ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മയെ ഉപദേശിക്കുന്ന, തിന്മയെ വിലക്കുന്ന, അതിനെ വിരോധിക്കുന്ന ഒരു സംഘം ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തമായി ഏൽപ്പിച്ച ദഅവാ പ്രബോധനം എന്ന് പറയുന്നത് ഫർദു കിഫായയാണ്. ഒരു വിഭാഗം ആളുകൾ അത് നിർവഹിക്കണം. ആരും നിർവഹിക്കാതിരുന്നാൽ കുറ്റക്കാരായി മാറും എല്ലാവരും. എന്നാൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. ഇവിടെ ധാരാളം മനുഷ്യന്മാരുണ്ട്. അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി, ശരി മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി ആ ഹക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ബോധ്യത്തോടെ ആ ഫർദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വദഉ ഇലാ